വഖഫ് അധിനിവേശത്തിൽ പുറത്തുവന്ന രേഖകളെ മുൻനിർത്തി പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കമിടുകയാണ്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ വഖഫ് ബോർഡിന്റെയും വഖഫ് സംരക്ഷണ വേദിയുടെയും വാദങ്ങൾ തള്ളുന്നതായിരുന്നു. പുതിയ രേഖകൾ ഭൂസംരക്ഷണ സമിതി ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ രേഖ തങ്ങളുടെ വാദങ്ങളെ തള്ളുന്നതല്ലെന്ന് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇതുവരെ വഖഫ് ബോർഡ് നടത്തിയിരുന്ന വാദങ്ങളൊക്കെ തന്നെ തള്ളുന്ന രീതിയിലാണ് പുതിയ രേഖകളടക്കം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ രേഖകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് കൂടെ തുടക്കമാവുകയല്ലേ? രജനി, അങ്ങനെ തന്നെയാണ്. ഇത് മുനമ്പത്തെ വഖഫ് ഭൂമി എന്ന അവകാശവാദത്തിൻ്റെ മുനയൊടിക്കുന്നത് തന്നെയാണ് 1901 തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുറത്തിറക്കിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പുഴപ്പുറമ്പോക്ക് എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരമൊരു പുഴപ്പുറമ്പോക്ക് അത് പട്ടയഭൂമിയായി പോലും കൊടുക്കാൻ അനുവദനീയമുള്ളതല്ല. അങ്ങനെയുള്ള ഒരു ഭൂമി അത് എങ്ങനെ വഖഫാവുമെന്ന ചോദ്യം തന്നെയാണ് ഭൂസംരക്ഷണ സമിതിയും മറ്റും മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഈ രേഖകൾ ഹാജരാക്കാനാണ് ഭൂസംരക്ഷണ സമിതിയുടെയും അവിടുത്തെ സമരസമിതിയുടെയും എല്ലാം തീരുമാനം. ഈ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും പറയുന്നത് തങ്ങളുടെ അവകാശവാദങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല ഈ രേഖകൾ. കാരണം അതിനുശേഷമാണ് തിരുവിതാംകൂറിൽ നിന്നും ഇത്തരത്തിൽ ഭൂമി സിദ്ദിഖ് സേഠിനും മറ്റും ലഭിക്കുന്നതും അത് പിന്നീട് വഖഫ് ചെയ്യുകയും ചെയ്തതാണ്. അതും ഇതുമായി ബന്ധമില്ലെന്ന വാദമുഖമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച് നിയമ പോരാട്ടങ്ങൾ വേണ്ടിവരും എന്ന കാര്യം വ്യക്തമാണ്. ഇതിൽ ഇവർ വഖഫ് സംരക്ഷണ സമിതിയും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന 1975 ഹൈക്കോടതി വിധി പ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു എന്നതാണ്. അതിനുശേഷം ഏതാണ്ട് 50 വർഷത്തോളം അടുക്കുമ്പോൾ ഉള്ള മറ്റൊരു നിയമ നടപടിയിലേക്ക് പോയാൽ അത് എന്ത് ഫലം ചെയ്യും? അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ തന്നെയും അത് സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇത് വഖഫ് ചെയ്യാൻ പോലും അവകാശപ്പെട്ട ഭൂമിയല്ല. വഖഫ് ചെയ്യുന്നതിനൊരു അവകാശം വേണം. അതാ ആര് വഖഫ് ചെയ്യുന്നോ അവരുടെ പൂർണ്ണ അധികാരത്തിലുള്ള ഭൂമിയാണെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വഖഫ് ചെയ്യാൻ അധികാരമില്ലാത്ത ഭൂമി വഖഫ് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതിലുപരി ഇവർക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളോടും കൂടി ഇവർക്ക് തീരാധാരമായി നൽകിയ ഭൂമിയാണ്. അതിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിനാണ് മുനമ്പം ജനതയും രംഗത്തെത്തുന്നത്. എന്തു തന്നെയായാലും ഇത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകും. ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം അത് വഖഫ് നിയമ ഭേദഗതി മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ആ ഒരു നീക്കത്തിന് ശക്തി പകരുക എന്നതാണ് ഇപ്പോൾ മുനമ്പൻ ജനതയും മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം. രജനി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.